യുദ്ധം രണ്ടാഴ്ച പിന്നിടുമ്പോൾ പുതിയ നീക്കങ്ങളുമായി ഇറാനും അമേരിക്കയും മുന്നോട്ട് പോവുകയാണ്. ഡോളർ ഒഴിവാക്കി ചൈനീസ് കറൻസിയായ യുവാനിൽ വ്യാപാരം നടത്തുന്ന എണ്ണ ടാങ്കറുകളെ ഹോർമൂസ് കടലിടുക്ക് വഴി കടത്തിവിടാൻ ആണ് ഇറാന്റെ നീക്കം. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഖർഗ് ദ്വീപിൽ US ആക്രമണം നടത്തി. മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈന്യത്തെയും യുദ്ധക്കപ്പലുകളെയും അയക്കാൻ ആണ് അമേരിക്കയുടെ തീരുമാനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് VR കാർത്തിക് ആണ് ചേരുന്നത്. കാർത്തിക്, ഒരുപക്ഷെ 2-3 ദിവസം കൊണ്ട് ഇറാൻ കീഴടങ്ങും എന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലും തുടക്കത്തിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രത്യാക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ഒന്നടങ്കം ആക്രമിക്കുന്നു. അപ്പോഴും ഇറാന്റെ ഇറാന്റെ ആയുധ ശേഷി സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് യുദ്ധം ഏതാണ്ട് അവസാനിക്കുകയാണ്, ഇറാൻ ഏതാണ്ട് കീഴടങ്ങുന്ന സാഹചര്യമാണ് എന്നാണ്. പക്ഷേ ഇതാ 15 ദിവസങ്ങൾ പിന്നിടുന്നു, അപ്പോഴും യുദ്ധം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണ രീതികൾ ആണ് ഇരുപക്ഷവും പുറത്തെടുത്തത്? കാർത്തിക്. അഭിലാഷ, ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം ഇന്ന് 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക കണക്കുകൂട്ടിയതിനും അപ്പുറമാണ് ഇറാന്റെ പ്രതിരോധം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരുപക്ഷെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും എന്നായിരിക്കും അമേരിക്ക കണക്ക് കൂട്ടിയത്. പക്ഷേ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായത്. നമുക്ക് ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ അമേരിക്ക എന്തു പറഞ്ഞു, ഇറാൻ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കിയാൽ, ആദ്യഘട്ടത്തിൽ US ആവശ്യപ്പെട്ടത് ഒരു ഭരണമാറ്റമാണ്. അതിനോട് ഒരു തരത്തിലുള്ള പ്രതികരണവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല, അമേരിക്കയുടെ ആക്രമണത്തിന് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടി നൽകുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ പുതിയ ഭരണാധികാരിയെ തീരുമാനിക്കുമ്പോൾ തൻ്റെ അഭിപ്രായം കൂടി പരിഗണിക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പക്ഷേ അതിന് ഒരു തരത്തിലും ചെവിക്കൊള്ളാൻ ഇറാൻ തയ്യാറായില്ല. മൂന്നാം ഘട്ടത്തിൽ അമേരിക്ക ആക്രമണം ശക്തമാക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടായിരുന്നു ഇറാൻ ആ ഭീഷണിയെ നേരിട്ടത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളായി ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. ഹോർമൂസ് കടലിടുക്ക് ലക്ഷ്യമാക്കിയുള്ള പുതിയ യുദ്ധതന്ത്രങ്ങളാണ് ഇറാൻ നടപ്പാക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. മാത്രമല്ല, അത് US-നെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കുന്നുമുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് US കൂടുതൽ സൈനികരെ, കൂടുതൽ മറൈനുകളെ ഹോർമൂസിലേക്ക് വിന്യസിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പ്രതികരണം പുറത്തു വന്നപ്പോൾ ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന അവർ എസ്കോർട്ട് വഹിക്കും എന്നും പറഞ്ഞു. പക്ഷെ അതൊന്നും ഇതുവരെ സാധ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, ഈ ഘട്ടത്തിലും പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ വളരെ ശക്തമാവുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബാഗ്ദാദിലെ US എംബസിയിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായി. എംബസിയിലെ ഹെലിപാഡിൽ ഇറാന്റെ മിസൈൽ പതിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആർക്കും കാര്യമായ പരിക്കില്ല. പക്ഷേ അപ്പോഴും US എംബസികൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാൻ. മാത്രമല്ല, സൗദിയും കുവൈറ്റും സമാനമായ രീതിയിൽ അവരുടെ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് നിരവധി ഡ്രോണുകൾ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇരു രാജ്യങ്ങളെ ലക്ഷ്യമാക്കി വന്നു. അതൊക്കെ തടുക്കാനായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ അമേരിക്കയുടെ 5 റീഫ്യൂവലിംഗ് വിമാനങ്ങൾക്ക് ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ ഉണ്ടായി എന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അത്തരത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് അമേരിക്ക. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഇറാൻ. ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു സമവായ സാധ്യത വിദൂരമാണ്. ആക്സിയോസ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ഘട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. അതിനോട് ഒരു അനുകൂലമായ പ്രതികരണവും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആക്സിയോസ് അത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച നീക്കം ഇതായിരുന്നു. അതായത് ഇറാന്റെ കൈവശം ഇപ്പോഴുള്ള 450 കിലോ യുറേനിയം, നേരത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ പക്കലുണ്ടെന്നും അത് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നുമൊക്കെ അമേരിക്ക പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഒരു ഫോർമുല ഇത്തരത്തിൽ അവരുടെ പക്കലുള്ള ഈ സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം യുറേനിയം അത് റഷ്യയിലേക്ക് മാറ്റാം.
മാറ്റാം. പക്ഷേ അതിനോട് അനുകൂലമായ ഒരു പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് സമവായ ശ്രമങ്ങൾ സജീവമായി ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതിനോടൊന്നും US അനുകൂലമായി പ്രതികരിച്ചില്ല. മാത്രമല്ല US എങ്ങനെ ആക്രമിക്കുന്നു അതിൻ്റെ അതേ പ്രഹരശേഷിയിൽ തന്നെ ഇറാൻ പ്രത്യാക്രമണം നടത്തുകയുമാണ്. അഭിലാഷ്. യെസ്, തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്നത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. നേരത്തെ ചൈനയും ഇത്തരത്തിൽ മധ്യസ്ഥ നീക്കവുമായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒപ്പം കാർത്തിക്, നേരത്തെ നമുക്കറിയാമല്ലോ ഈ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട സാഹചര്യം, അതിനുശേഷം പിൻഗാമി ആരെ എന്നത് സംബന്ധിച്ച വലിയ ചർച്ചകൾ. അവിടെയായിരുന്നു മുസ്തഫ ഖമനേയിയുടെ പേര് പുറത്തേക്ക് വന്നത്. അപ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരുന്നില്ല, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണല്ലോ മുസ്തഫയുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവരങ്ങൾ ചോർത്തി നൽകുന്നവർക്ക് 90 കോടിയോളം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിക്കുന്ന സാഹചര്യം. ഒപ്പം ഇറാന്റെ പരമോന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ തലയ്ക്ക് വിലയിടുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ആയത്തുള്ള അലി ഖമനേയിയെ ആദ്യ നാളുകളിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു റിജൈം ചേഞ്ച് അമേരിക്കയ്ക്ക് സാധ്യമായില്ല. മുജ്തബ ഖമനേയിയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊന്നും പുറത്തു വരുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പകരം വീട്ടും എന്ന തരത്തിലാണ് പ്രതികരണം. സ്വാഭാവികമായും അത്രയും വലിയൊരു ആക്രമണം നേരിടുമ്പോൾ ഒരു സ്വാഭാവിക പ്രതികരണമായി തന്നെയാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ അപ്പോഴും മുജ്തബയുടെ ആരോഗ്യം സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും നിലനിന്നു. കഴിഞ്ഞ ദിവസം US തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയിൽ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കോമ സ്റ്റേജിലേക്ക് ആയിരിക്കാം. അദ്ദേഹത്തിന് ആദ്യ ഘട്ട ആക്രമണത്തിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്ന സ്ഥിരീകരിച്ച വിവരവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയോട് എല്ലാ അർത്ഥത്തിലും പകരം വീട്ടും എന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നതിന് ശേഷം അമേരിക്കയുടെ നീക്കം വളരെ നിർണായകമാണ്. അത് മുജ്തബ ഖമനേയിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ പ്രതിഫലം നൽകും എന്നാണ് US-ൻ്റെ ട്വീറ്റിലൂടെ US അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും മുജ്തബ അടക്കം ഇറാൻ്റെ പരമോന്നത നേതാക്കളിൽ, അതായത് സീനിയർ നേതാക്കളുടെ ശ്രേണിയിലെ 10 പേരുടെ ചിത്രം അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ട്വീറ്റാണ് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ കറൻസിയിൽ ഏതാണ്ട് 92 കോടിയോളമാണ് ഈ വാഗ്ദാനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള വിവരം നൽകുന്നവർക്ക് സംരക്ഷണം നൽകും എന്നുകൂടി US ഈ ട്വീറ്റിലൂടെ വ്യക്തമാക്കുന്നു. അത് മുജ്തബയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്മയിൽ ഖത്തീബ് അവിടുത്തെ ഇൻ്റലിജൻസ് മിനിസ്റ്ററാണ്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി ഹജാസി അദ്ദേഹത്തിൻ്റെ പടവും അതോടൊപ്പം തന്നെ ഈ മുജ്തബയുടെ പടം ഉൾപ്പെടുത്തിയ ട്വീറ്റിനൊപ്പം ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മേജർ ജനറൽ യഹ്യ റഹീം സഫാഫി, ഇൻറ്റീരിയർ മിനിസ്റ്റർ അലക്സാണ്ടർ മൊമേനി, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് അലി ലാരിജാനിയുടേത്. അദ്ദേഹം അവിടുത്തെ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടിയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ 10 നേതാക്കളുടെ ചിത്രവും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് US-ൻ്റെ ട്വീറ്റ്. സ്വാഭാവികമായും അവരെയും ലക്ഷ്യമിടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ട്വീറ്റ്. അതായത് ഒരുപക്ഷെ ഒരു സമ്മർദ്ദതന്ത്രമായി കൂടി US-ൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതിഫല വാഗ്ദാനത്തെ കണക്കാക്കണം. കാരണം അതിശക്തമായി തന്നെ അവർ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു തരത്തിലുള്ള സമവായ ശ്രമങ്ങൾക്കും വഴങ്ങുന്നതുമില്ല. ആ സാഹചര്യത്തിൽ കൂടി വേണം ഇതിനെ വായിച്ചെടുക്കാൻ. യെസ്, ഇറാന്റെ പരമോന്നത നേതൃസ്ഥാനത്തേക്ക് അമേരിക്ക നിശ്ചയിക്കുന്ന, ഇസ്രായേൽ നിശ്ചയിക്കുന്ന, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത ആര് പരമോന്നത നേതാവായി വന്നാലും അവരുടെ ജീവൻ അപകടത്തിലായിരിക്കും, അവരെ വധിക്കുക തന്നെ ചെയ്യും എന്നാണ് അമേരിക്കയും ഇസ്രായേലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിലാണ് മുസ്തഫ ഖമനേയിയുടെ നീക്കങ്ങൾ, ആ വിവരങ്ങൾ ചോർത്തി നൽകുന്നവർക്ക് പാരിതോഷികം അടക്കം പ്രഖ്യാപിക്കുന്നത് എന്നതാണ്. കാർത്തിക്, അവസാനിപ്പിക്കും മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്നത് ഇറാന്റെ നീക്കങ്ങൾ ആണ്. അതായത് US ഡോളറിൽ ഉള്ള ലോക വ്യാപാരം അവസാനിപ്പിക്കുക, അങ്ങനെ അമേരിക്കയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക. അമേരിക്കയുടെ സമ്പദ്ഘടന തന്നെ നിലനിൽക്കുന്നത് ഡോളറിൽ ഉള്ള ലോക വ്യാപാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ. അവിടെയാണല്ലോ ഈ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗത നീക്കത്തിൽ ഇളവ് നൽകാൻ ഇറാൻ തയ്യാറാണ് എന്നും പക്ഷെ വ്യാപാരം ചൈനീസ് യുവാനിൽ വേണം എന്നും നിലപാട് സ്വീകരിക്കുന്നത്.
അതിനോടുള്ള ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അനുകൂല പ്രതികരണങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. അതൊരു അന്താരാഷ്ട്ര തലത്തിൽ എക്കോണമിയെ മൊത്തത്തിൽ ബാധിക്കുന്നുവെന്നാണ് എന്നത് നമുക്കറിയാം. എങ്കിലും ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലം, ലോകത്ത് അത് ഏത് തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്? അഭിലാഷ്, യുദ്ധം 15-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു നിർണായകമായ മൂവ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ആയുധം വെച്ചുള്ള ആക്രമണവും പ്രത്യാക്രമണവുമാണ്. എന്നാൽ ചില സാമ്പത്തിക നീക്കങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികളും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനം ഡോളറിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നമുക്കറിയാം, എണ്ണ വ്യാപാരം എപ്പോഴും നടക്കുന്നത് പെട്രോ ഡോളറിലാണ്. അത് 1974 മുതൽ അങ്ങനെയാണ്. സൗദിക്ക് US നൽകിയ സൈനിക സംരക്ഷണത്തിന് ബദലായി ഇത്തരത്തിൽ എണ്ണ വ്യാപാരം ഡോളറിലാക്കി. അതായത് 52 വർഷമായി പിന്തുടർന്നു വരുന്ന രീതിയാണത്. ആ രീതിക്ക് മാറ്റം വരുത്തുന്ന തരത്തിൽ ചില ഇടപെടലുകൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി കാണേണ്ടതും. കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. അവിടെ കപ്പലുകളെ കടന്നുപോകാൻ ഇറാന്റെ അനുമതി ആവശ്യമായ ഘട്ടം വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഇറാൻ നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ട് CNN റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ചില കപ്പലുകളുടെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണ്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ഇങ്ങനെയാണ്: ഡോളറിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകളെ അല്ല, മറിച്ച് ഡോളറിലോ യൂറോയിലോ അല്ല, മറിച്ച് ചൈനീസ് കറൻസിയായ യുവാനിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകളെ കടത്തിവിടാൻ സന്നദ്ധമാണ് എന്ന തരത്തിൽ ഇറാന്റെ നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്വാഭാവികമായും അതിന് പിന്നാലെയാണ് കാർഗ് ദ്വീപിലെ ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. കാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ സാമ്പത്തികമായി ഇറാന്റെ നട്ടെല്ലാണ്. അവിടെ നിന്ന് പ്രതിദിനം $7 മില്യൺ ക്രൂഡാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പ്രതിവർഷം ഏതാണ്ട് 950 മില്യൺ ബാരൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ഇതിലൂടെയാണ്. സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇറാനെ വലിയ തോതിൽ ബാധിക്കും. ഇറാന്റെ പ്രതികരണവും അത് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ നടത്തിയ ആദ്യ പ്രതികരണം കാർഗ് ദ്വീപിൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നാക്രമണം ഉണ്ടായാൽ മറിച്ച് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ ചാരമാകും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. സ്വാഭാവികമായും അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ഇറാന് എത്രത്തോളം തന്ത്രപ്രധാനമാണ് ഈ ക്രൂഡ് എക്സ്പോർട്ട് ടെർമിനലായ കാർഗ് ഐലൻഡ് എന്നത്. അതുകൊണ്ട് തന്നെ കാർഗ് ഐലൻഡ് കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ മടിക്കില്ല എന്ന് അമേരിക്ക കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നു. പക്ഷേ കാർഗ് ഐലൻഡിലെ ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഇറാന്റെ ഈ സൈനിക കേന്ദ്രങ്ങളുടെ ചുമതല ഇത്തരത്തിൽ എണ്ണ വ്യാപാരവും അവിടുത്തെ ഗതാഗതവുമൊക്കെ സുഗമമായി നടത്തിക്കൊണ്ടു പോകുക എന്നാണ്. അത്തരത്തിൽ അവിടെയുള്ള എണ്ണ എക്സ്പോർട്ട് ടെർമിനലുകളെയോ ക്രൂഡ് ടെർമിനലുകളെയോ ഒന്നും ആക്രമിച്ചില്ല, മറിച്ച് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടൊരു സന്ദേശം നൽകി. അതായത് അതിൻ്റെ ഏത് കടുത്ത നടപടിക്കും മുതിരില്ല എന്നൊരു സന്ദേശം അമേരിക്ക അതിലൂടെ നൽകുന്നു. പക്ഷേ അപ്പോഴും അതൊന്നും വകവയ്ക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മറിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഇറാഖ്, സൗദി, കുവൈറ്റ് കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ആക്രമണങ്ങൾ അതിശക്തമായി തന്നെ നടക്കുകയും ചെയ്യുന്നു. ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രയേലും ശക്തമായി തുടരുന്നു.